ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. എന്താ ഒരു സാധനം ഉണ്ടാക്കിയിട്ട് എന്താണെന്ന് പറഞ്ഞാൽ കേട്ടാ, ഇതെന്താണെന്ന് അറിയില്ല. നിങ്ങളുടെ വീട്ടിൽ വേസ്റ്റുകളുണ്ട്, കത്തിക്കാൻ എവിടെ കത്തിക്കാന്ന് അറിയാണ്ടിരിക്കുകയായിരിക്കും, ചിലപ്പോൾ കളയാൻ വഴിയില്ലാണ്ടിരിക്കുകയായിരിക്കും. ഇതേപോലത്തെ ഒരു ചെറിയ സാധനം ഉണ്ടാക്കി വെച്ച് നിങ്ങളുടെ വേസ്റ്റുകളൊക്കെ നിങ്ങൾക്ക് തന്നെ വീട്ടിലിരുന്ന് കത്തിക്കാം, ആർക്കും ശല്യമില്ല. അപ്പോൾ അതേപോലെ ഒരു സംഭവം ഉണ്ടാക്കി വെച്ചാൽ മതി, ഒന്നുമില്ല. അതെ, വേസ്റ്റ് കത്തിക്കുന്ന കാണിച്ചു തരുന്നത് ആദ്യം കത്തിക്കണ്ട. തീപ്പിടി എടുത്തില്ല, അപ്പോൾ വെല്ലെങ്കിൽ തന്നെ ഞാൻ കത്തിച്ച് കാണിച്ചു തരാം. അപ്പം നമ്മളൊന്നുമില്ല, ഇത് ഉള്ളിലിട്ട് കത്തിക്കണം. ഞാനിപ്പോൾ വെളിയിൽ നിന്ന് കത്തിച്ചു എന്നുള്ളൂ കേട്ടോ. നമ്മൾ ഉള്ളിലിട്ട് കത്തിക്കാവുന്നതാണ്. വേസ്റ്റൊക്കെ അതിൻ്റെ ഉള്ളിലിട്ടിട്ട് നമ്മൾ ഈ അതിൽ കത്തിച്ച് വിടുക എന്നുള്ളതാണ്. അപ്പോൾ നേരെ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. കൂടുതൽ വെക്കാൻ പാടില്ല, ഞാൻ പെയിൻ്റ് അടിക്കാനുണ്ട്. ഇപ്പോൾ കൂടുതൽ വെച്ച് കത്തിച്ച് കാണിച്ചു തരാൻ പറ്റില്ല. ഇപ്പോൾ തൽക്കാലം ഞാനിത് കാണിച്ചു തരാൻ. അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഗ്രില്ല് പോലെ അടിച്ചിട്ടുണ്ട്. വേസ്റ്റിൻ്റെ ഉള്ളിൽ കത്തിക്കുന്നു. കത്തിച്ച് കഴിച്ച ശേഷം ഇങ്ങനെ അടച്ച് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ പുകയിൽ പോയിക്കോളും. നമ്മൾ കത്തിച്ച് വേസ്റ്റ് അതിൻ്റെ ഉള്ളിലേക്ക് ഇടുക, എന്നിട്ട് ഇതെങ്ങനെ കത്തിക്കുക. കത്തിച്ച് കഴിഞ്ഞ് പുക അതിൽ കൂടെ പൊയ്ക്കോളും. ഇതിനെ അടച്ച് ഇങ്ങോട്ട് വെക്കുക, അതിൽ കൂടെ പുക പൊയ്ക്കോളും. ഇനി കത്തിച്ച് കഴിഞ്ഞ് ചാരം വേസ്റ്റ് എന്ത് ചെയ്യും, ചാരം എന്ത് ചെയ്യും ചോദിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇതിന് ചാരം ഇതിനെ കൊണ്ട് കൊട്ടിക്കളയുകയും ചെയ്യും. തുണികൾ, പേപ്പറുകൾ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒരുപാട് ഉണ്ടെങ്കിൽ ഇതെങ്ങനെ ഉള്ളിലിട്ട് കത്തിക്കുക സുഖമായിട്ട്. എനിക്കിത് പെയിൻ്റ് അടിക്കാനുണ്ട്, ഒരുപാട് കത്തിച്ച് കാണിച്ചു തരാൻ പറ്റില്ല. ഞാനിപ്പോൾ ഒരു പേപ്പർ കത്തിച്ചിട്ടതാണ് ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഉണ്ടാക്കിയ സാധനം ടെസ്റ്റ് ചെയ്യാൻ ഒരാൾ വന്നിട്ടുണ്ട് കേട്ടോ. കാരണം ഉണ്ടാക്കി കഴിഞ്ഞത് ഉപയോഗിക്കേണ്ട ആൾക്കാർ, അതുകൊണ്ട് തന്നെയാണ് അവർ വന്ന് ചെക്ക് ചെയ്യാൻ വന്നിരിക്കുകയാണ്. അതെങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനുള്ളിൽ വേസ്റ്റ് ഇട്ട് നമ്മൾ കത്തിക്കുന്നു. എത്ര വേസ്റ്റ് ഇട്ടെങ്കിലും ഇതിനകത്ത് വലുതാക്കിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എത്ര വേസ്റ്റ് ഇട്ടെങ്കിലും ഉള്ളിലിട്ട് കത്തിക്കാം. കത്തിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വേസ്റ്റ് ചാരമായിട്ട് അടിയിൽ വന്ന് കിടക്കും. അപ്പോൾ അതിലൊരു ഡൗട്ടും ഇല്ല. ഇതിനെ എടുത്ത് നമ്മൾ എവിടെയോ കൊണ്ട് കളയാം. തെങ്ങിൻ ചൂട്ടിലോ വാഴച്ചൂട്ടിലോ എവിടെയോ പറഞ്ഞ് കൊണ്ടിടാം. സ്ഥലമുള്ളവർക്ക് എന്തായാലും ചാരമല്ലേ, അതുകൊണ്ട് എവിടെ വേണമെങ്കിൽ കൊണ്ടിടാം. അപ്പോൾ വേസ്റ്റ് നമ്മൾ റോഡ് സൈഡ് അവിടെ എവിടെയും കൊണ്ട് ഇടുന്നതിന് പകരമാണ് നമ്മൾ വീട്ടിൽ തന്നെ കത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഉപയോഗിക്കേണ്ട ആൾക്കാർ ആരാണെന്ന് ചോദിച്ചത് ഇവരാണ് കേട്ടോ. അപ്പോൾ ചൂടുണ്ടോ നോക്കണം. കത്തിച്ച് കഴിഞ്ഞ് ഉറപ്പായിട്ട് ചൂടുണ്ടാവും. കൈ പൊള്ളാതെ സൂക്ഷിക്കണം. കാരണം അത് ഇരുമ്പാണ്, നമ്മൾ ഇരുമ്പിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കത്തിച്ച് കഴിഞ്ഞാൽ ചൂടുണ്ടാവും. പോയി കൈ പൊള്ളിക്കരുത് കേട്ടോ. തീർച്ചയായിട്ടും. അപ്പോൾ ഇങ്ങനെ ഇതിനുള്ളിലിട്ട് കത്തിക്കുക. വേസ്റ്റുകൾ റോഡ് സൈഡോ അവിടെ എവിടെയും കൊണ്ട് ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ വേസ്റ്റൊക്കെ അടിയിലിടുക. അതിനുശേഷം അടിയിലൂടെ തീ കത്തിച്ച് വിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലിരുന്ന് കത്തിക്കോളും, പുകയിൽ കൂടെ പോയിക്കോളും. നോ പ്രോബ്ലം, ആർക്കും ശല്യമില്ല. റോഡിൽ കൊണ്ടിടേണ്ട, അവിടെ എവിടെയും കൊണ്ടിടേണ്ട കാര്യമില്ല. അപ്പോൾ നിങ്ങൾ ഇതേപോലത്തെ ഉണ്ടാക്കി വെക്കുക, സൗകര്യപ്രദമായിരിക്കും കേട്ടോ. അപ്പോൾ സുഹൃത്തുക്കളെ, ഇനി പെയിന്റ് അടിക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ തീ ഞാൻ കെടുത്തിട്ട് അടുത്ത പരിപാടി നോക്കട്ടെ. കാരണം ഇത് പെയിന്റ് അടിക്കണം, ചൂടായി കഴിഞ്ഞാൽ പെയിന്റ് അടിക്കാൻ പറ്റാം കേട്ടോ. അപ്പോൾ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേപോലെ ഉണ്ടാക്കി വെക്കാം, വീട്ടിൽ സഹായിക്കുന്നതായിരിക്കും. അടുത്ത വീഡിയോ വീണ്ടും വരാൻ സുഹൃത്തുക്കളെ. ഓക്കെ, ബൈ.